ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1638. ഇന്ന് ജൂൺ മാസം 25-ാം തീയതി, 177-ാമത്തെ ദിവസത്തിലെത്തി. അന്ത്രയോസ്ലീഹായെ കുറിച്ചാണ് 4-ാം സുവിശേഷത്തിൽ മാത്രമേ എന്തെങ്കിലും വിവരങ്ങൾ എഴുതിയിട്ടുള്ളൂ. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ ക്രിസ്തുവിന്റെ ചരിത്രം എഴുതുമ്പോൾ എങ്ങനെയാണ് അന്ത്രയോസിനെ വിട്ടുകളയാൻ, മറന്നുകളയാൻ കഴിയുക? കാരണം അതൊരു വലിയ ബന്ധമാണ്. യേശുവിന്റെ അരികിലേക്ക് അന്ത്രയോസ് ഇങ്ങനെ പോയതിനെ കുറിച്ച് എവിടെ നിന്നാണ് നമുക്ക് വിവരം കിട്ടുന്നത്? അന്ത്രയോസിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടണമെങ്കിൽ അത് ഈ 4-ാം സുവിശേഷത്തിനകത്തുനിന്ന് മാത്രമേ ഉള്ളൂ. അന്ത്രയോസും ഒരു സ്നേഹിതനും കൂടി യേശുവിന്റെ പിന്നാലെ പോയെന്നാണ്. യോഹന്നാൻ സ്നാപകനാണ് പരിചയപ്പെടുത്തിയത്. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യേശു കടന്നു പോകുമ്പോൾ അത് കേട്ട അന്ത്രയോസും ഒരു സ്നേഹിതനും പിന്നാലെ പോയെന്നാ പറയുക. പിന്നാലെ പോയെന്ന് മാത്രമല്ല, ഒരു ദിവസം യേശുവിനോടൊത്ത് പാർത്തെന്നാണ്, വസിച്ചെന്നാണ്. നിങ്ങൾ എന്തന്വേഷിക്കുന്നു? നീ എവിടെ വസിക്കുന്നു? വന്നു കാണുക. അങ്ങനെയായിരുന്നു അവരുടെ ബന്ധം വളർന്നത്. ആ കൂടെ ഉണ്ടായിരുന്ന ആള് ആരായിരുന്നു? എന്തുകൊണ്ടാണ് പേര് പറയാതെ പോയത്? സുവിശേഷത്തിനകത്തിങ്ങനെ പലയിടങ്ങളിൽ സ്വയം ഒളിഞ്ഞിരിക്കുന്ന ഒരാളുണ്ട്. അത് വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായാണ്. അന്ത്രയോസും യോഹന്നാനും കൂടിയായിരുന്നു യേശുവിന്റെ പിന്നാലെ ആ ഒരു ദിവസ യാത്രയും അനുഭവവും സ്വന്തമാക്കിയത്. എന്നിട്ടും സ്വന്തം പേര് പറയാനായിട്ട് യോഹന്നാനും മുതിരുന്നില്ല. അന്ത്രയോസും അങ്ങനെയായിരുന്നു. ഒന്നിനും ഒരു അവകാശവാദം ഉന്നയിക്കാതെ എല്ലാത്തിൽ നിന്നും ബോധപൂർവം കുറച്ച് മാറി നിൽക്കാനായിട്ട് വെളിച്ചം കിട്ടിയ അത്തരത്തിൽ ചില തെളിച്ചങ്ങളിലെത്തിയവരായിരുന്നു ഇവർക്ക്. അങ്ങനെ നമ്മൾ അന്ത്രയോസിനെ ഒന്നുകൂടി ഇന്ന് പരിചയപ്പെടുമ്പോൾ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തില് കണ്ടെത്താനായിട്ട് കഴിയും 8-ാം അധ്യായത്തില് 5 അപ്പം കൊണ്ട് യേശു 5000 പേരെ പോഷിപ്പിച്ച അത്ഭുത സംഭവത്തിന്റെ വിവരണം. 5 അപ്പവും 2 മീനും കൈവശമുണ്ടായിരുന്ന ഒരു ബാലനെ യേശുവിന്റെ അടുത്തേക്ക് എത്തിക്കുന്നത് ആരാണ്? അന്ത്രയോസാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ആളാം പ്രതി സുവിശേഷത്തിന്റെ വ്യക്തിപരമായ ചില ശുശ്രൂഷകൾ നിർവഹിച്ച ആളാണ് അന്ത്രയോസ്. നമ്മൾ കണ്ടതാണ്. തന്റെ അനുജനായ ശമോനെ പിന്നീട് പത്രോസായി മാറിയ ആളെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയതും ഈ അന്ത്രയോസാണ്. ഒരു 5000-ത്തിനു മീതെയുള്ള ആളുകളെ പട്ടിണിയിൽ നിന്ന് തൃപ്തിയിലേക്ക് എത്തിക്കാനായിട്ട് യേശു ആഗ്രഹിക്കുമ്പോൾ ഈ ആൾക്കൂട്ടത്തിനകത്തുനിന്ന് അന്ത്രയോസ് എങ്ങനെയോ ഒരു ബാലനെ കണ്ടെത്തുന്നുണ്ട്. വെറും 5 അപ്പവും 2 മത്സ്യവും മാത്രമുള്ള ഒരുവനെ. അന്ത്രയോസിന്റെ ഒരു സൂക്ഷ്മ നിരീക്ഷണവും ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള താല്പര്യവും ബലഹീനരെ കണ്ടെത്താനായിട്ടുള്ള കൃപയും നമ്മളും കാണാതിരിക്കരുത്. ഒപ്പം ഈ ചെറുതിൽ നിന്നും, ഈ അല്പത്തിൽ നിന്ന്, ഈ കുഞ്ഞ് അപ്പക്കഷ്ണങ്ങളിൽ നിന്ന് തന്റെ ഗുരുവിന് സമൃദ്ധിയുടെ വിരുന്നൊരുക്കാൻ സാധിക്കുമെന്ന ഒരു വലിയ പ്രത്യാശയും വിശ്വാസവും ഉണ്ടായിരുന്നു അന്ത്രയോസിന്. അതെ, ഈ ശിഷ്യന്മാരോടൊത്തുള്ള യാത്രയിൽ എപ്പോഴും നമ്മൾ ഒട്ടും പരിചയപ്പെടാതെ പോയ ഒരാളാണ് അന്ത്രയോസ് എന്ന് കൂടി ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലൂടെ നമ്മൾ ബോധപൂർവ്വം ഒന്ന് സഞ്ചരിച്ച് അന്ത്രയോസിനെ കാര്യമായിട്ടൊന്ന് ചേർത്ത് പിടിക്കണം. ആമേൻ.